കാർത്തികേയനോ? കാർത്തികേയനല്ല, എമ്മൻ കാർത്തികേയൻ, മംഗലശ്ശേരി നീലകണ്ഠൻ കാർത്തികേയൻ. അറിയാമേ. കാർത്തികേയനൊക്കെ പണ്ട്. ഇത് കാർത്തികേയൻ മുതലാളി. മംഗലശ്ശേരി റോഡ്വേസ്, മംഗലശ്ശേരി എക്സ്പോർട്ടേഴ്സ്, മംഗലശ്ശേരി ഡിസ്റ്റിലറീസ്, നിമിഷം തോറും വളരുന്ന ബിസിനസ് എംപയർ. തമ്മിൽ കാഴ്ച കുറവാണെങ്കിലും വിശേഷങ്ങളൊക്കെ അറിയുന്നുണ്ട് സാർ. നന്നായി പുരുഷോത്തമ, നീ വിവരങ്ങളൊക്കെ അറിയുന്നുണ്ടല്ലോ. നിന്നെ കണ്ടതെന്നായിരുന്നു ആദ്യം? ഓർമ്മയില്ല. നിധി ഒളിഞ്ഞിരിക്കുന്ന ദ്വീപുകൾ തേടി 10 വർഷം മുമ്പ് തുടങ്ങിയ യാത്രയിൽ കലങ്ങി കറുത്ത കടലിൽ നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട്. 1 2 തവണ എന്റെ കണ്ണിന് നേരെ നീ ചൂണ്ടക്കൊളുത്ത് എറിഞ്ഞിട്ടുമുണ്ട്. ഒഴിഞ്ഞു മാറി നിന്റെ കൊരവള്ളിക്ക് കൈ ചുറ്റി മുറുക്കിയിട്ട് കൊല്ലാതെ ഞാൻ വിട്ടിട്ടുണ്ട്, അല്ലടോ? ഗൗണ്ടർ നിന്നോട് ഡീൽ ചെയ്യുന്നു എന്നറിഞ്ഞപ്പോ ഞാനൊന്ന് കരുതലെടുത്തു. പക്ഷെ എൻഫോഴ്സ്മെന്റ് കലാപരിപാടി അല്പം ചീപ്പായിപ്പോയി. നീ നിന്റെ നിലവാരം കാണിച്ചു എന്നതാണ് ശരി. നിന്നെക്കുറിച്ച് കുറച്ചു കാലം മുമ്പ് കേട്ടത് നീ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് നിർത്തിയെന്നും നീ നിന്റെ സ്വന്തം ആവശ്യത്തിനായി നീ തന്നെ കറൻസികൾ അച്ചടിച്ചെടുക്കുന്നുവെന്നാണ്. എന്ത് പുരുഷു, കമ്മട്ടം കളവ് പോയ? അതോ പഴയതുപോലെ മഷി പിടികിടില്ലേ? ഇതാണ് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിച്ച എഗ്രിമെന്റ്. കയ്യെഴുത്ത് പോട്ടിട്ടുമുണ്ട്. ഈ പടുഭാവി പറഞ്ഞിടത്തല്ല പുടി. കഴിഞ്ഞതെല്ലാം ഇനി കഥകളാണ്. ഗവർണറും പുരുഷോത്തമനും തമ്മിൽ കണ്ടത് ഈ അഗ്രിമെന്റ് എല്ലാം കഥയില്ല. അപ്പൊ അഡ്വാൻസ് കൊടുത്ത 50 ലക്ഷം അതിങ്ങിതാ കാർത്തികേയ. അത് എൻഫോഴ്സ്മെന്റ് പിടിച്ചു പോയില്ലേ? കാർത്തികേയ കളിക്കല്ലേ? കാർത്തികേയനെ കൊണ്ട് കളി നീ കളിപ്പിച്ചു. സവാരി ഗിരിഗിരിക്കൊളി. നിന്റെ 50 ലക്ഷം ഉലുവ കൊടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ്. പക്ഷെ ഈ ഗവർണർ സമ്മതിക്കുന്നില്ല. കൊടുക്കാൻ പാടില്ല കാർത്തികേയൻ സാർ. ഇവൻ പെരിയ ഫ്രാഡിത്തരമാണ് കാണിച്ചത്. ഇവന്റെ പണം നമ്മൾ കയ്യിൽ വാങ്ങി വെച്ചാൽ അത് നമ്മൾക്കും കഷ്ടമാകും. മുട്ടാൾ, யாரடா அவனுக்கு எம்பின்னு பேர் வச்சது? அதுக்கு என்னடா மீனிங்? மணி புடுங்குறவனா? മോനെ പുരുഷു, ഈ കാർഡിനി എന്റെ ടേബിളിൽ ഇറക്കി കളിക്കരുത്. കീറിപ്പോവും. റേഷൻ കാർഡും തിരിച്ചറിയൽ കാർഡും. ചിങ്കം തമ്പി, ചിങ്കം. എന്താണ് ഇവിടെ? ഇവിടെയോ? ഇവിടെ നല്ല നാടൻ ചീരയുടെ വിത്ത് കിട്ടുന്ന കേട്ടിട്ട് വന്നതാ. പിന്നെ ഞങ്ങളുടെ കയ്യില് കുറച്ച് കുമ്പളങ്ങ വിൽക്കാനും ഉണ്ട്. ശേഖരന് വേണാവോ? ചത്തിട്ടില്ല താനൊന്നും അല്ലേ? വിത്തം കൂടി ചേർത്ത തന്റെ കഴുത്തുണ്ടല്ലോ, എന്റെ 2 വിരലില്ല. നീലകണ്ഠന്റെ ഭാര്യ. ഇവിടെ എവിടേക്കാ ഒന്നുകൊണ്ടിയിൽ കൊണ്ടുപോണേ? ഇവിടെ ചികിത്സയില്ലേ ഇവൾക്ക്? നീ മിണ്ടരുത്. അങ്ങനെ കന്നിക്കണ്ട എരപ്പകൾക്ക് ചികിത്സ നടത്താൻ തുടങ്ങിയതല്ല ശേഖരനി ആസ്പത്രി. നമുക്ക് ഇവിടുന്ന് പോവാം, വീട്ടിലേക്ക് പോവാം. തനിക്ക് സ്വന്തം രോഗം ചികിത്സിക്കാൻ കെട്ടിയതാണെന്ന് അറിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ പുറത്ത് ബോർഡ് കുഷ്ഠരോഗ ആശുപത്രി എന്ന് വേറെ എഴുതി വെക്കി. മനസ്സിന്റെ കുഷ്ഠം മാറ്റണ ആശുപത്രി. വേണ്ട, നമുക്ക് വീട്ടിൽ പോവാം. നിങ്ങൾ പുറത്തേക്ക് കടന്നു. ഞാൻ വരാം. ഈശ്വര,
ഇടത്തിന് പകരം വലം കൈ അറുത്തതും, പിന്നെ കുഞ്ഞനന്തൻ എനിക്ക് പകരം മരിച്ചപ്പോ തല്ലിക്കൊല്ലാതെ വിട്ടതും നീലകണ്ഠന്റെ കഴിവുകേടായി കാണരുത് നീ. വലം കൈയിലേക്ക് ചോര ഊട്ടം കൂടിയപ്പോഴും ആയുധം താനെ കൈയിലേക്ക് വന്നപ്പോഴും മനസ്സിനെ ശരീരത്തെ ജയിക്കാൻ ഞാൻ ശീലിച്ചതിന്റെ ഫലമാണ് നീ. എന്താടോ നന്നാവാത്ത? അനായാസേന മരണം വിനാ ദൈന്യേന ജീവിതം ദേഹിമ കൃപയാ ശംഭോ ത്വയീ ഭക്തി മഞ്ജല. അനായാസമായ മരണം, ദീനമില്ലാത്ത ജീവിതം നിന്നിൽ അചഞ്ചല ഭക്തനായി എനിക്ക് തന്നാലും ശംഭോ ശങ്കര ഗൗരീപദേ. അങ്ങനെ പ്രാർത്ഥിച്ച് കൂടേണ്ട പ്രായമായി ശേഖര. ഈശ്വരൻ നിന്റെ മുന്നിൽ വിളക്കായി തെളിയുമ്പോ അതിന്റെ നേർക്ക് തുപ്പരുത്. വഴി മാറടാ മുണ്ടക്കൽ ശേഖരം. പുറത്തൊരാളിരിക്കുന്നു. സാറിനെ തിരക്കി വന്നതാ. ആരാ അറിയത്തില്ല. പ്രായമുള്ളൊരാളാ. വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അകത്തെ ചുമലിലെ ഫോട്ടോയിലുള്ള ആളാണോ എന്ന്. എന്റെ മാതാവേ, പുതിയ പയ്യനാ, അവന് മനസ്സിലായില്ല. അകത്തേക്ക് ഇരിക്കാച്ച. ഏയ് വേണ്ട. എന്താ അയാളുടെ വിവരം വല്ലതും? ഞാൻ ട്രൈ ചെയ്തോണ്ടിരിക്ക. മുൻകൂട്ടി പറയാത്ത ഏതോ പ്രോഗ്രാമിൽ മാറ്റിയതാവും. ഫോണിൽ കിട്ടിയാ ഉടനെ തിരിക്കാൻ പറയാം. ശിവനെ, ഈ ഓട്ടത്തിന്റെ സ്പീഡ് ഒന്ന് കുറയ്ക്കാൻ പറയാ അയാളോട്. വേഗം കൂടുന്തോറും നിൽക്കേണ്ടടുത്ത് നിർത്താൻ പ്രയാസാവും. ആവശ്യത്തിലേറെ സമ്പാദിച്ചു കൂട്ടുന്ന പണം പകരം പോവില്ല. ഒറ്റ തള്ളയ്ക്കൊന്ന് കാണണമെന്ന് തോന്നുമ്പോ അവർക്ക് നല്ല സുഖമില്ല. അതും പറഞ്ഞേക്കും. ഒന്ന് ഫോണിൽ കിട്ടിയ ഒരു കപ്പ് കാപ്പി അത് കുടിച്ചിട്ട് കാറിലങ്ങ്. വേണ്ട, നടന്നെത്താവുന്ന ദൂരല്ലേ ഉള്ളൂ. നടന്നോളാം. ഭാനു, ഭാനു എന്തായി ചെയ്തത്? എന്നെ വിട്ടു പൊയ്ക്കളഞ്ഞാ താൻ. ഇക്കഴിഞ്ഞ കാലം മുഴുവൻ കണ്ണിമ ചിമ്മാതെ എനിക്ക് കൂട്ടിരുന്ന താൻ ഒരു വാക്ക് പോലും പറയാതെ പൊയ്ക്കളഞ്ഞോ? മോനെ, വൈകിപ്പോയി അല്ലേ കുട്ടി? കരുതിയില്ല അമ്മ എന്നും ഇവിടെ ഉണ്ടാകുന്നുള്ള വിശ്വാസമായിരുന്നു. സാരില്ല, വാ. ഒരു കൊടുങ്കാറ്റിലും കുലയാതെ നിന്നൊരാ അതാ അവിടെ കിടപ്പുണ്ട്. നിന്നെ കാണുമ്പോഴെങ്കിലും ഒന്ന് പൊട്ടിക്കരഞ്ഞാ മതിയായിരുന്നു. ഒരുപാട് തിരക്കുകൾക്കിടയിൽ വീട് മറന്നു, അമ്മയെ മറന്നു. പട്ടടയിൽ കൊള്ളിവെക്കാൻ അതിനെന്തേ ഉണ്ടായില്ല. അവള് പുറത്തോളും. എന്തിനാ പക്ഷെ ആശുപത്രി തല്ലിപ്പൊളിക്കാൻ പോയേ? അതുകൊണ്ട് എന്താ കാര്യം? തിരിച്ചു വരുമോ പോയവര്? എന്താ നീ അങ്ങനെ കാട്ടിയേ? തെറ്റും ശരിയൊന്നും ചിന്തിച്ചില്ല. അങ്ങനെ തോന്നി
ചെയ്തു. എന്തിന്? അവന്റെ അച്ഛന്റെ പേര് മംഗലശ്ശേരി നീലകണ്ഠൻ ആയതുകൊണ്ട്. പൊയ്ക്കോ, തെക്കേ കണ്ടെത്തി ചെന്ന് അമ്മയോട് പറയാനുള്ളത് പറയേ.